നമസ്കാരം. തേർഡ് ഐ ന്യൂസിലേക്ക് സ്വാഗതം. നമുക്കറിയാം, പാചകവാതക പ്രതിസന്ധി വളരെ രൂക്ഷമായി കൊണ്ടിരിക്കുകയാണ്. ഗ്യാസ് ലഭിക്കാത്ത ഒരവസ്ഥയിൽ പല ഹോട്ടലുകളും റെസ്റ്റോറന്റുകളും ഒക്കെ അടച്ചുപൂട്ടേണ്ട ഒരു അവസ്ഥയിലേക്കാണ് ഇപ്പൊ എത്തിയിരിക്കുന്നത്. മാത്രവുമല്ല, ചില ഹോട്ടൽ ഉടമകള് പഴയ രീതിയിലേക്ക് വിറക് കത്തിക്കുന്ന അല്ലെങ്കിൽ മണ്ണെണ്ണ അടുപ്പുകൾ കത്തിക്കുന്ന ഒരു രീതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോ നമ്മുടെ കോട്ടയം ജില്ലയിൽ ഈ ഒരു പ്രതിസന്ധി എത്രത്തോളം ബാധിച്ചിട്ടുണ്ടെന്ന് നമുക്ക് ഹോട്ടൽ ഉടമകളോട് തന്നെ ചോദിച്ചറിയാം. ചേട്ടാ നമസ്കാരം. ഇന്നാണോ ഇപ്പൊ കട ഫുള്ളായിട്ട് അടച്ചിട്ടത്? ഇതിപ്പം ഇന്നലെ ഉച്ച കഴിഞ്ഞപ്പോൾ മുതൽ സാധനം എല്ലാം തീർന്നായിരുന്നു. അപ്പോൾ ഗ്യാസ് തീർന്നു കഴിഞ്ഞ് പിന്നെ നമുക്ക് ചായക്കോ പൊറോട്ട അടിക്കാനോ ഒന്നിനും ഗ്യാസ് ഇല്ല. അപ്പോൾ അങ്ങനെ വന്നപ്പോഴത്തേക്ക് ഇന്നലെ വൈകുന്നേരത്തോടു കൂടി ഫിനിഷായി. പിന്നെ ഇന്ന് രാവിലെ ഒട്ടുമില്ല, ഒരു തരി പോലും ഗ്യാസ് ഇല്ലാതെ ഫിനിഷായി. രാവിലെ ഗ്യാസ് ഏജൻസിയിലൊക്കെ പോയി. അപ്പോൾ അവർ നമുക്ക് ഈ മുൻഗണനക്രമമുള്ളവർക്ക് മാത്രമേ കൊടുക്കുകയുള്ളൂ, ഹോട്ടലിന് കൊടുക്കാൻ അവർക്ക് അനുവാദമില്ല. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ലല്ലോ. അങ്ങനെ പിന്നെ അടച്ച്. പിന്നെ തീ കത്തിക്കാനുള്ള മാർഗം നമ്മൾ നോക്കുന്നുണ്ട്. അടുപ്പ് കൂട്ടിയിട്ട് ചെയ്യാനുള്ള ഒരു ഇത് നോക്കിക്കൊണ്ടിരിക്കുക. ചിലപ്പോൾ നാളെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാന്ന് വെച്ചാൽ അടുപ്പ് കത്തിക്കാൻ നോക്കണം. ഇപ്പോൾ പുകയുടെ ഒക്കെ അറിയണം, പുക എങ്ങനെയാ ഇതിന്റെ കാര്യങ്ങൾ അറിഞ്ഞിട്ട് തുടരണോ വേണ്ടത് ആലോചിക്കാന്ന് വെച്ചാൽ. സ്ഥലവും കാര്യങ്ങളൊക്കെ ഉണ്ടോ അടുപ്പ് കത്തിക്കാനുള്ളത്? അടുപ്പ് കത്തിക്കാൻ കുറേ സ്ഥലമുണ്ട്. ഇപ്പൊ ഇതെന്നാ വെച്ചാൽ ഗ്യാസ് ഇല്ലാതെ നമുക്ക് ഒരു പരിപാടി നടക്കത്തില്ല. ഗ്യാസിന്റെ പണിക്ക് ചെയ്യുന്ന പണിക്കാരെ ഇപ്പോൾ ഉള്ളു. വിറകിന് പണിയുന്ന പണിക്കാരൊന്നും ഇപ്പൊ കിട്ടാനില്ല. പിന്നെ എന്ന് പറഞ്ഞാൽ നമ്മളെ കട അടച്ചിട്ട് കഴിഞ്ഞാൽ പിന്നെ ഈ ഇന്ത്യക്കാരെല്ലാം നാട്ടിലോട്ട് പോകുന്നു. അങ്ങനെ ഒരു പ്രശ്നം. പണിക്കാരെ പിന്നെ പിരിച്ചു കിട്ടത്തില്ല. അപ്പൊ അങ്ങനെ കൂടെ ഒരു വിഷയത്തിൽ നിൽക്കുക. കഴിഞ്ഞ ദിവസത്തൊക്കെ കച്ചവടം എങ്ങനെയായിരുന്നു? ഉണ്ടായിരുന്നു കച്ചവടം ഏകദേശം ഉണ്ടായിരുന്നു. കാരണം ഈ ടൗണിലുള്ളവർക്ക് വേറെ മാർഗ്ഗം ഇല്ലല്ലോ. കാരണം ഈ റൂമുകളിലൊക്കെ താമസിക്കുന്നവരും കൂടുതൽ ഓഫീസ് സ്റ്റാഫുകളെ ഇവർക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഹോട്ടലിനെ ആശ്രയിച്ച് ജീവിക്കുന്നവരാണ് കൂടുതലും. അപ്പോൾ അവർക്കൊക്കെ ബുദ്ധിമുട്ടാണ്. എല്ലാവരും വന്ന് നമ്മളോട് ചോദിക്കുക എങ്ങനെയാണെന്ന്. അപ്പോൾ നമ്മൾ അവർക്ക് ഒരു മറുപടി പറയാൻ നമുക്കില്ല. അപ്പോൾ ഇപ്പോൾ ഗവൺമെൻറ് എന്തെങ്കിലും ഒരു തീരുമാനം എടുത്ത് ഹോട്ടലുകളെ എന്തെങ്കിലും ഒരു മാർഗം കാണിച്ചു തരാതെ മുമ്പോട്ട് പോകാൻ തോന്നുന്നില്ല. ഇപ്പോൾ ഈ അടുപ്പുള്ള ഹോട്ടലുകളൊക്കെയാണ് ഇപ്പം നിലവിൽ ഉള്ളത്. അല്ലാത്തവരൊക്കെ ഇപ്പോൾ ഏകദേശം ഇന്നും നാളെയൊക്കെ ആയിട്ട് ബാക്കി കൂടെ അടയ്ക്കുന്ന കണ്ടിട്ടുണ്ടാവുള്ളത്. ഇങ്ങനെ അടച്ചുപൂട്ടൽ നടന്നാൽ നമ്മൾ പ്രതിസന്ധിയിലാവില്ലേ? നമ്മൾ പ്രതിസന്ധി ആകുന്നതിനേക്കാൾ കൂടുതൽ പണിക്കാരാണ് വിഷയം. ഈ 12 പണിക്കാർ ഇവിടെ ഉണ്ട്. 12 പണിക്കാർ അവർക്ക് ബുദ്ധിമുട്ട്. പിന്നെ നമ്മുടെ കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പം ഇത് എന്തായാലും തുറക്കാം എന്നുള്ള ഒരു പ്രതീക്ഷയിൽ നമുക്ക് എത്തിക്കാം. പക്ഷെ പണിക്കാർക്ക് അങ്ങനെയല്ലല്ലോ, അവരുടെ വീടുകളിൽ കഴിയണമല്ലോ. അപ്പോൾ അതൊരു പ്രശ്നമാണ്, വലിയ പ്രശ്നമാണ്. അപ്പോൾ അതിനിപ്പോൾ ഗവൺമെൻറ് എന്തെങ്കിലും ഒരു നടപടി സ്വീകരിക്കണം എന്നുള്ളതാണ് നമ്മുടെ അഭിപ്രായം. കാരണം ഈ ഹോട്ടൽ അസോസിയേഷനൊക്കെ ബന്ധപ്പെടുന്നുണ്ട്. പക്ഷേ അസോസിയേഷൻ്റെ ഒക്കെ പറഞ്ഞാലും അവർക്കൊക്കെ ഒരു പരിധിയുള്ളൂ. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ തീരുമാനമാണല്ലോ. അപ്പോൾ ആ തീരുമാനം അനുസരിച്ച് ഇവർ സപ്ലൈ ചെയ്യുള്ളൂ. അപ്പോൾ അവർ സപ്ലൈ ചെയ്യാൻ അവർ തയ്യാറാണ്. പക്ഷെ അവർക്ക് വെച്ചാൽ മുൻഗണനാക്രമം അനുസരിച്ചുള്ള ആളുകൾക്ക് കൊടുത്ത് ബാക്കി ഉണ്ടെങ്കിൽ ഹോട്ടലുകൾക്ക് കൊടുക്കാമെന്ന് പറയും. അപ്പോൾ ഇന്നിപ്പം ഏതോ പാലായിൽ എവിടെയോ ഹോട്ടലിലേക്ക് സപ്ലൈ ചെയ്ത വണ്ടി പിടിക്കുകയോ അതൊക്കെ ചെയ്യുന്നതൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വാർത്തയും കൂടെ വന്നപ്പോൾ ഒട്ടുമില്ലാതായി. ഇങ്ങനെ തന്നെ തുടരുകയാണെങ്കിൽ എന്താണ് മുൻപോട്ട്? ഇനി ഇങ്ങനെ തുടരുവാണെന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ അടുപ്പ് നോക്കാം. പിന്നെ പുതിയ മോഡൽ ഇപ്പോൾ ഈ റോക്കറ്റ് അടുപ്പ് എന്ന് പറഞ്ഞിട്ടൊക്കെ അടുപ്പൊക്കെ വന്നിട്ടുണ്ട്. പക്ഷെ അതിനെപ്പറ്റി അന്വേഷിച്ചപ്പോൾ അത് നമ്മൾ പൈസ കൊടുത്താൽ 20 ദിവസം കഴിഞ്ഞൊക്കെ ഡെലിവറി ഉള്ളൂ. തമിഴ്നാട്ടിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ അത് നമ്മൾ പിന്നെ 3 അടുപ്പ് മേടിക്കണമെങ്കിൽ അത് 2-2.5 ലക്ഷം രൂപ വില വരും 3 അടുപ്പിന്, വലിയ അടുപ്പിന്. അപ്പോൾ അത് കൊണ്ടുവന്ന് വെച്ച് നമ്മൾ പ്രായോഗികമാണോ ഇല്ലയോ എന്ന് നമുക്ക് അതും ഒരു പരീക്ഷണമാണ്. അപ്പോൾ നടത്തി നോക്കാനേ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ നടത്തി നോക്കുക. പിന്നെ അല്ലെങ്കിൽ നമുക്ക് ഈ പ്രസ്ഥാനം ഉപേക്ഷിക്കാൻ പറ്റത്തില്ലല്ലോ. നമ്മൾ ഈ ഉപജീവന മാർഗ്ഗമല്ലേ. അപ്പോൾ നമുക്ക് എങ്ങനെയെങ്കിലും ഇത് പിടിച്ചു നിർത്തണം എന്നുള്ള ആ ഒരു ഇതിൽ രാവിലെ മുതൽ ശ്രമിച്ചുകൊണ്ടിരിക്കുക. ഇപ്പം മണ്ണെണ്ണക്കട റേഷൻ കട 4 ലിറ്റർ മണ്ണെണ്ണ ഇട്ടിട്ടുണ്ട്. കുറച്ച് വിറക് ചിരട്ടയൊക്കെ സംഘടിപ്പിച്ചിട്ടുണ്ട്. നാളെ മുതൽ നോക്കാമെന്ന് വെച്ചാൽ നാളെ മുതൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. പറ്റുമെന്നുണ്ടെങ്കിൽ ചെയ്യാം. ഈ ഒരു വാതക പ്രതിസന്ധി എത്രത്തോളാണ് നമ്മുടെ കടയെ ബാധിച്ചിട്ടുള്ളത്? നമ്മുടെ കടയെ മറ്റു കടകളെ ബാധിച്ച പോലെ തന്നെ നമ്മളെ ബാധിച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് ഉദാഹരണമാണ് നിങ്ങളിപ്പോൾ കണ്ടത്. ഇത്രയും കാലമായിട്ട് നമ്മൾ വിറകടുപ്പ് ഉപയോഗിക്കുന്ന ഒരു സാഹചര്യം ഇല്ലായിരുന്നു. മാത്രമല്ല ഇപ്പം നിങ്ങൾ കണ്ട സ്ഥിതി മനസ്സിലായല്ലോ. നമ്മളെപ്പോലത്തെ ചെറിയ ഒരു മുറി അല്ലെങ്കിൽ 2 മുറിയായിട്ടിരിക്കുന്ന ഒരു കടക്കാർക്കും വിറകടുപ്പ് ഉപയോഗിച്ചുകൊണ്ട് പാചകം ചെയ്യുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമില്ല. പക്ഷേ നിവൃത്തികേടുമുണ്ട്. ഇന്നിപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടില്ല, അവിടെ നമുക്ക് ആകെ ഒരു സിലിണ്ടർ മാത്രമേ ഇപ്പോൾ ഇനി സ്റ്റോക്കുള്ളൂ ഇവിടെ. ആ ഒരു സിലിണ്ടർ ഇപ്പോൾ തീരും. അപ്പം അതിനെ ഒന്ന് കുറച്ച് ഒരു ദിവസം കൂടെങ്കിലും ഒരു ദിവസം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയാണ് നമ്മൾ നോക്കുന്നത്. അതുകൊണ്ടാണ് നമ്മളിപ്പം താൽക്കാലികമായിട്ട് നമ്മളിപ്പോൾ ആ ഉള്ള സ്ഥലത്ത് വെച്ചിട്ട് നമ്മളൊരു അടുപ്പ് സംഘടിപ്പിച്ച് അതിൽ വെള്ളം തിളപ്പിക്കുകയും അതുപോലെ മുട്ട പുഴുങ്ങുകയും അങ്ങനെയുള്ള അത്യാവശ്യ കാര്യങ്ങൾ ചെയ്യാവുന്ന കാര്യങ്ങൾ, വിറകടുപ്പ് ചെയ്യാവുന്ന കാര്യങ്ങൾ. ഇപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ചൈനീസ് ഐറ്റങ്ങളെല്ലാം ഇന്നലെ കൊണ്ട് തന്നെ നമ്മൾ നിർത്തി. കാരണം അതിന് പ്രഷർ കൂടിയ ഗ്യാസും സംവിധാനവും വേണ്ടതുകൊണ്ട് അത് ലഭ്യമല്ലാത്തതുകൊണ്ട് ആ
പരിപാടി ആ ഐറ്റമേ നമ്മൾ ഒഴിവാക്കി. ഇപ്പം നിലവിൽ ഇപ്പം ബിരിയാണി മാത്രമേ നമ്മൾ കൊടുക്കുന്നുള്ളൂ. ആ ബിരിയാണിയിൽ തന്നെ നമുക്ക് ഒത്തിരി വെറൈറ്റികളുള്ളതാണ്. അതിൽ പല ഐറ്റങ്ങളും നമ്മൾ ഒഴിവാക്കി. കാരണം വെച്ചാൽ കൂടുതൽ സമയം വേവാനും മറ്റും വേണ്ടി വരുന്ന മട്ടൻ പോലത്തെ ഐറ്റങ്ങൾ നമ്മൾ ഈ 1-2 ദിവസമായിട്ട് അതും കൊടുക്കുന്നില്ല. ആകെ കുറച്ച് ചിക്കൻ എടുക്കുന്നുണ്ട്, അത് കൊടുക്കുക എന്നുള്ളതല്ല, വേറൊരു മാർഗ്ഗവുമില്ല. അതാണ് ഇങ്ങനെ പോയാൽ 1 2 ദിവസം കൊണ്ട് നമ്മൾ ഇത് അടച്ചു പോകേണ്ട സാഹചര്യമാണ് വന്നിരിക്കുന്നത്. അടുപ്പ് കത്തിക്കാൻ ഇപ്പൊ എന്നാണോ തുടങ്ങിയത്? അടുപ്പ് കത്തിക്കാൻ എന്നാ തുടങ്ങി. അപ്പോ പാചകം എങ്ങനെയുണ്ട്? ബുദ്ധിമുട്ടുണ്ടോ? മുന്നത്തേക്ക് അറിയാമല്ലോ, ഇപ്പം തന്നെ നിങ്ങൾ ഇവിടെ നിൽക്കുന്ന നിങ്ങൾക്ക് തന്നെ ബുദ്ധിമുട്ടാണ് പുക ശല്യം. കാരണം ഇപ്പം വെളിയിലാണ് കത്തിക്കുന്നതെങ്കിലും റെസ്റ്റോറൻറ്റിനകത്തോട്ട് പുക വലിയ രീതിയിൽ കയറിക്കൊണ്ടിരിക്കുക. ഞങ്ങളതിനാണ് ആ വലിയൊരു പടൽ ഫാനൊക്കെ പുറത്തോട്ട് അടിച്ചു പോകുന്നത് പോട്ടെന്ന് വിചാരിച്ചു വെച്ചിട്ടുണ്ട്. പക്ഷെ അതുകൊണ്ട് വലിയ പ്രയോജനമൊന്നുമില്ല. വിറകടുപ്പ് കത്തുമ്പോൾ എന്നാണെങ്കിലും പുകയുണ്ടാവും. അല്ലെങ്കിൽ ഈ ആധുനിക രീതിയിലുള്ള വിറകടുപ്പുകളൊക്കെ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യേണ്ടി വരും. പക്ഷെ അതിപ്പം ഇമ്മീഡിയറ്റ് ആയിട്ട് കിട്ടുക എന്ന് പറഞ്ഞാലുള്ള ബുദ്ധിമുട്ടൊന്നും ഞാനിപ്പോൾ കോട്ടയത്ത് പല സ്ഥലങ്ങളിലും അന്വേഷിച്ചപ്പോൾ അത്ര ഒരു അടുപ്പൊന്നും ഇവിടെ അവൈലബിൾ അല്ല. നമ്മൾ അവരൊക്കെ വരുത്തി തരാമെന്നേ പറയുന്നുള്ളൂ. തമിഴ്നാട്ടിലല്ല കോയമ്പത്തൂർ മധുരയിലൊക്കെ ഈ സാധനം ലഭ്യമാകത്തുള്ളൂ. അതും ഇപ്പോൾ അവർക്കും ഡിമാൻഡായി. കാരണം രാജ്യവ്യാപകമായിട്ടില്ല വരുമ്പം എല്ലാ സ്ഥലങ്ങളിലും ഈ ഇത്തരം അടുപ്പുകൾക്കൊക്കെ വലിയ ഡിമാൻഡായി, വിലയും കൂടിയവർ. അത് കാരണം കച്ചവടത്തിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ട്? കച്ചവടത്തിന് ആളുകൾ കുറവ് എന്ന് പറയാനായിട്ടില്ല. പക്ഷേ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റും. ഇപ്പം തന്നെ കണ്ടില്ല, ഇപ്പം നിങ്ങൾ വന്നപ്പോൾ സാധാരണ ഗതിയിലൂടെ 11 മണിയാകുമ്പോൾ എല്ലാ സാധനങ്ങളും ആകുന്ന. ഇപ്പം നിലവിൽ ആൾക്കാരിവിടെ വെയിറ്റ് ചെയ്യുക സാധനം കിട്ടാൻ വേണ്ടിയിട്ട്. അത് തന്നെ വരുന്ന കസ്റ്റമർ പലർക്കും ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഒരു പ്രതിസന്ധി ഉണ്ടെന്നുള്ളത് അറിയില്ല. ഇപ്പോൾ എന്നോട് 2-3 പ്രാവശ്യം വന്ന കസ്റ്റമർ ദേഷ്യപ്പെട്ടു, എന്താ ഇതുവരെയായിട്ട് ആയില്ല. നമ്മൾ ചേട്ടാ ഒരു സിലിണ്ടർ മാത്രമേ ഉള്ളൂ, അത് വെച്ചിട്ട് വേണം ഇതെല്ലാം ചെയ്യാനായിട്ട്. ഓ അങ്ങനെയാണോ, അതാണ് പ്രശ്നം. അപ്പോഴാണ് അതേപോലെ ഇത് അറിയുന്നത് തന്നെ. അങ്ങനെ ആൾക്കാരെല്ലാവരും ഒന്നും അവയർനെസ് കുറവല്ലേ, അതിനൊരു പ്രശ്നമുണ്ട്. പാചകവാതക പ്രതിസന്ധി നല്ലപോലെ ബാധിച്ചിട്ടുണ്ട്. കച്ചവടം തീർത്തു കുറഞ്ഞു. ഐറ്റങ്ങളെല്ലാം ഞങ്ങൾ കുറച്ചു. സ്റ്റാഫിൻ്റെ എണ്ണം കുറച്ചു. അവർ ബുദ്ധിമുട്ടിലാണ്. അങ്ങനെ എല്ലാ മേഖലയിലും നടത്തിക്കൊണ്ട് പോകാൻ മേലാത്ത രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. ഈ ഒരാഴ്ചയും കൂടെ കഴിഞ്ഞാൽ വീണ്ടും ഈ പ്രതിസന്ധി തീർന്നില്ല എങ്കിൽ പൂർണ്ണമായിട്ട് അടച്ചിടേണ്ട സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇതിനൊരു പരിഹാരം സർക്കാർ കാണണമെന്നാണ് ഞങ്ങൾ പറയുന്നത്. ചേച്ചി എത്ര ദിവസമായി ഇപ്പൊ കട അടച്ചിട്ടിട്ട്? നമ്മൾ വ്യാഴാഴ്ച വരെ നടത്തിയായിരുന്നു. അതിനുശേഷം ഗ്യാസ് കിട്ടാത്തതുകൊണ്ട് ബുദ്ധിമുട്ടുള്ള കാരണം നമ്മൾ അടച്ചിട്ടിരിക്കുകയാണ്. എല്ലാ രീതിയിലും ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയാണ്. ഇപ്പം നമ്മൾ ഗ്യാസ് വിളിച്ച് ചോദിച്ചാൽ ഒന്നെങ്കിൽ അവർ റെസ്പോണ്ട് ചെയ്യുന്നില്ല. പിന്നെ അവർ പറയുന്നത് ഹോട്ടലുകാർക്ക് ഇപ്പം ഗ്യാസ് ഇങ്ങനെ കൊടുക്കാൻ പറ്റത്തില്ല എന്നുള്ളൊരു റൂളും വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. അത് കാരണം നമ്മൾ ഗ്യാസിൻ്റെ ഒരു ഇതിനെക്കുറിച്ച് അറിയാതെ മുമ്പോട്ട് കട എങ്ങനെയാണ് തുറക്കുന്നുള്ളൊരു വളരെ ബുദ്ധിമുട്ട് തന്നെയാണ് ഇപ്പം. നല്ല രീതിയിൽ ബാധിച്ചിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മളൊരു 3-4 ദിവസമായിട്ട് ഭയങ്കരമായിട്ട് എന്നാ പറയുന്നത്, നമ്മൾ ചായ കാപ്പി നിർത്തി. അതുപോലെ പൊറോട്ടയാണെങ്കിലും മാക്സിമം ഒഴിവാക്കി, കുറച്ചു. അങ്ങനെ ശരിക്കും പറഞ്ഞാൽ കറികളുടെയൊക്കെ എണ്ണം കുറച്ചു. മീൽസ് നമ്മൾ നല്ല രീതിയിൽ ചെയ്തുകൊണ്ടിരുന്നതാണ്. അതാണെങ്കിൽ കറികളൊക്കെ ആണെങ്കിലും മാക്സിമം ഗ്യാസ് ഇല്ലാതെ എങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു രീതിയിലാണ്. ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പോൾ 2-3 ദിവസം എങ്ങനെയും വലിച്ചു നീട്ടി ഇന്ന് വരെ എത്തിച്ചിട്ടുണ്ട്. ഇനി നാളത്തെ കാര്യം അറിയത്തില്ല, എങ്ങനെയാവും എന്നറിയത്തില്ല. ഈ ഒരു പാചകവാതക പ്രതിസന്ധി വളരെ രൂക്ഷമായി കൊണ്ട് തന്നെ ഇരിക്കുകയാണ്. പല ഹോട്ടലുകളും ഇപ്പോൾ അടച്ചുപൂട്ടേണ്ടി വന്ന ഒരു അവസ്ഥയിലാണ്. ബാക്കിയുള്ള കടകൾ അടുപ്പ് കത്തിക്കാൻ തുടങ്ങിയിരിക്കുകയാണ്. ഇനി വരാൻ പോകുന്ന ഒരു സാഹചര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിറകിന് വില കൂടും. അതുപോലെ തന്നെ പച്ചക്കറി സാധനങ്ങൾ എല്ലാത്തിനും വില കൂടുന്ന ഒരു തീവിലയാകുന്ന ഒരു അവസ്ഥയിലേക്കാണ് പോകുന്നത്. ഈ ഹോട്ടലുകൾ അടച്ചുപൂട്ടുമ്പോൾ സാധാരണക്കാരായ ജോലിക്കാർ ഉച്ചയ്ക്ക് കഞ്ഞിയും ചോറൊക്കെ കഴിക്കാൻ വരുന്ന എത്രയോ ആളുകൾ ഇപ്പോൾ കടകളിൽ വന്നിട്ട് മടങ്ങി പോകുന്നുണ്ട്. അപ്പോൾ ഇത് ഒരു ഹോട്ടൽ ഉടമകളുടെ മാത്രം പ്രശ്നമല്ല. സാധാരണക്കാരായിട്ടുള്ള ജോലിക്കാർ, അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ഹോട്ടലുകളിൽ ജോലി ചെയ്യുന്ന ജീവനക്കാർ, എല്ലാവരെയും ഇത്തരത്തിലുള്ള ഒരു കാര്യം പ്രതിസന്ധിയിലേക്ക് ആക്കുകയാണ്. ഈ പ്രതിസന്ധിക്ക് എത്രയും പെട്ടെന്നൊരു അറുതി ഉണ്ടാവട്ടെ എന്ന് വിചാരിക്കുന്നു. ക്യാമറാമാൻ അജിത്തിനോടൊപ്പം രേണുക, തേർഡ് ഐ ന്യൂസ്, കോട്ടയം.